നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വി.എസിന് അകമ്പടി പോയ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തിരികെ തലസ്ഥാനത്തെത്തുമ്പോൾ സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിൽ കതിനാവെടികൾ മുഴങ്ങുമെന്ന് ഉറപ്പായി. മോട്ടോർ വാഹന വകുപ്പിൽ എ.ഡി.ജി.പി. മനോജ് എബ്രഹാം നടത്തിയ കുതിരകയറിലാണ് ഗണേഷിനെ പ്രകോപിപ്പിച്ചത്. മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി വകുപ്പ് നിലവിൽ വന്ന കാലം മുതൽ തുടങ്ങിയതാണ്. ഏജന്റുമാരാണ് ദീർഘകാലം വാഹന ഉടമകൾക്ക് വേണ്ടി വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നത്. ആധുനിക കാലത്ത് എല്ലാം ഓൺലൈനാക്കുന്നതിലൂടെ ഏജന്റുമാരും അഴിമതിയും ഇല്ലാതാകുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും സംഭവിച്ചത് മറിച്ചാണ്. വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്നതനുസരിച്ച് അഴിമതിയും കൈക്കൂലി തുകയും കൂടി വരികയാണെന്നാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ വീൽസ് എന്ന പേരിട്ട് നടത്തിയ പരിശോധനയിൽ വ്യാപകമായ പണപ്പിരിവും ക്രമക്കേടുകളുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് തന്റെ വകുപ്പിനെ മനഃപൂർവ്വം തേജോവധം ചെയ്യാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ നടപടിയായാണ് ഗണേഷിനെതിരെ കാണുന്നത്. പിണറായി വിജയന്റെ അറിവില്ലാതെ മനോജ് എബ്രഹാം ഇത്തരമൊരു റെയ്ഡിന് തയ്യാറാവില്ല. സംസ്ഥാനത്തെ 17 റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും 64 സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലുമാണ് റെയ്ഡ് നടന്നത്. വിവിധ ഏജന്റുമാരിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ 21 ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ വഴി കൈപ്പറ്റിയതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാനായി വിവിധ ഏജന്റുമാർ കൊണ്ടുവന്ന 1,40,760 രൂപയും വിജിലൻസ് പിടിച്ചെടുത്തു. നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പരിസരത്ത് നിന്ന് വലിച്ചെറിഞ്ഞ നിലയിൽ 49,300 രൂപയും വൈക്കം സബ് RTOയിലെ ജനലിൽ ഒളിപ്പിച്ച നിലയിൽ പണവും കണ്ടെത്തി. വിവിധ സേവനങ്ങൾക്കുള്ള കൈക്കൂലിക്ക് പുറമെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അപേക്ഷകരിൽ നിന്ന് പണപ്പിരിവ് നടത്തി ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതായും ബോധ്യമായിട്ടുണ്ട്. നിയമപരമായി ഒരു പിഴവുമില്ലാത്ത എല്ലാ പുതിയ വാഹനങ്ങളുടെയും രജിസ്ട്രേഷന് പോലും ഉദ്യോഗസ്ഥർ ഏജന്റുമാരിൽ നിന്ന് പടി വാങ്ങുന്നു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് കൂടിയ തുകയാണ് കൈക്കൂലിയായി നൽകേണ്ടത്. വാഹന ഉടമ നേരിട്ട് ചെന്നാൽ എന്തെങ്കിലും പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുമെന്നത് ഉറപ്പായതിനാൽ ഭൂരിപക്ഷം പേരും ഏജന്റുമാർ മുഖേനയാണ് വകുപ്പിനെ സമീപിക്കുന്നത്. കൈക്കൂലി ലഭിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളുടെ ഓൺലൈൻ അപേക്ഷകൾ ചെറിയ അപാകതകൾ കണ്ടെത്തി നിഷേധിക്കുന്നതും പതിവാണ്. പിന്നീട് ഇവർ ഏജന്റുമാർ മുഖേന അപേക്ഷിക്കുമ്പോൾ സീനിയോറിറ്റി പോലും മറികടന്ന് തീരുമാനമെടുക്കുന്നുണ്ടെന്നും പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. തിരുവനന്തപുരം, വർക്കല, എറണാകുളം, ഗുരുവായൂർ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലെ RTO ഉദ്യോഗസ്ഥർ ഏജന്റുമാരിൽ നിന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളിൽ നിന്നും ഗൂഗിൾ പേയിലൂടെ നേരിട്ട് പണം വാങ്ങിയിട്ടുണ്ട്. റോഡിൽ വർദ്ധിച്ചു വരുന്ന വാഹന അപകടങ്ങൾക്കും ഇങ്ങനെ കൈക്കൂലി വാങ്ങി തന്നിഷ്ടം പോലെ അനുമതികൾ നൽകുന്ന ഉദ്യോഗസ്ഥർക്കും പരോക്ഷമായി പങ്കുണ്ടെന്ന് പറയേണ്ടി വരും. കൈക്കൂലിയുടെ പങ്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും മുകളിലേക്ക് പോകുമെന്നിരിക്കെ ഇതിനാര് തയ്യാറാകുമെന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന് കീഴിലെ SRTC ഓഫീസുകളിൽ വിവിധ സേവനങ്ങൾക്കായി പൊതുജനങ്ങളിൽ നിന്നും ഏജന്റുമാർ മുഖേന ഉദ്യോഗസ്ഥർ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസ് ഡയറക്ടർക്ക് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് കീഴിലെ 17 റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും 64 സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും ഉൾപ്പെടെ ആകെ 81 ഓഫീസുകളിൽ വിജിലൻസ് ഇന്നലെ ഇക്കഴിഞ്ഞ 19-ന് വൈകിട്ട് 4:30 മുതൽ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന നടത്തി. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നതിന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അപേക്ഷകരിൽ നിന്നും പണപ്പിരിവ് നടത്തി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി നൽകുന്നതായും കൂടാതെ പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അനുവദിക്കുന്നതിന് വാഹനങ്ങളുടെ ഷോറൂമുകളിലെ ഏജന്റുമാർ മുഖേന SRT ഓഫീസുകളിലെ ക്ലറിക്കൽ ഉദ്യോഗസ്ഥരും മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങുന്നതായും വിവരം ലഭിച്ചിരുന്നു. ഇതുകൂടാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി ഏജന്റുമാർ മുഖേന ലഭിക്കുന്ന അപേക്ഷകളിൽ ഉദ്യോഗസ്ഥർ വേണ്ട വിധത്തിലുള്ള പരിശോധനകൾ നടത്താതെയും ചട്ടപ്രകാരം വാഹനങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താതെയും ഏജന്റുമാർ മുഖേന കൈക്കൂലി വാങ്ങി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതായും വിജിലൻസിന് വിവരം ലഭിച്ചിരുന്നു. വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ തിരുവനന്തപുരം RTOയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഗൂഗിൾ പേ മുഖാന്തരം 16,400 രൂപ ഏജന്റുമാരിൽ നിന്ന് കൈപ്പറ്റിയതായും വർക്കല സബ് RTOയിലെ 2 ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ മുഖാന്തരം 82,203 രൂപ ഏജന്റുമാരിൽ നിന്ന് കൈപ്പറ്റിയതായും കണ്ടെത്തി. തിരുവല്ല SRTOയിലെ പരിശോധനയിൽ ഒരു ഏജന്റ് ഉദ്യോഗസ്ഥർക്ക് നൽകാൻ കൊണ്ടുവന്ന 4,000 രൂപയുമായി പിടിക്കപ്പെടുകയും 2,500 രൂപ ഗൂഗിൾ പേ മുഖാന്തരം അയച്ചു നൽകിയതായും കാണപ്പെട്ടു. ചേർത്തല SRTOയിലെ പരിശോധനയിൽ ഒരു ഏജന്റ് ഉദ്യോഗസ്ഥർക്ക് നൽകാൻ കൊണ്ടുവന്ന 10,000 രൂപയുമായി പിടിക്കപ്പെടുകയും ഒരു ഉദ്യോഗസ്ഥന് ഇതേ ഏജന്റ് 1,500 രൂപ ഗൂഗിൾ പേ മുഖാന്തരം അയച്ചു നൽകിയതായും കാണപ്പെട്ടു.
പാല സബ് RTOയിലെ പരിശോധനയിൽ ഏജന്റുമാർ ഓഫീസിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള വിലക്ക് ലംഘിച്ച് ഓഫീസിനുള്ളിൽ ഉദ്യോഗസ്ഥരോടൊപ്പം കാണപ്പെട്ട 2 ഏജന്റുമാരെ വിജിലൻസ് പിടികൂടി. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ SRTOയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകാനായി എത്തിച്ച 16,000 രൂപയുമായി ഒരു ഏജന്റിനെയും ഉടുമ്പൻചോല SRTOയിൽ നിന്നും 66,630 രൂപയുമായി മറ്റൊരു ഏജന്റിനെയും വിജിലൻസ് പിടികൂടി. എറണാകുളം RTOയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഏജന്റുമായി 71,500 രൂപയുടെ പണമിടപാട് നടത്തിയതായും ഗുരുവായൂർ SRTOയിൽ ഒരു ഏജന്റിനെ 2,240 രൂപയുമായി മിന്നൽ പരിശോധനയിൽ കണ്ടെത്തി. മലപ്പുറം SRTOയിലെ പരിശോധനയിൽ 2 ഏജന്റുമാരെ 7,120 രൂപയുമായി വിജിലൻസ് പിടികൂടി. നിലമ്പൂർ SRTOയിലെ മിന്നൽ പരിശോധനയിൽ ഒരു ഏജന്റിന് 4,500 രൂപയുമായി 2 ഉദ്യോഗസ്ഥർ ഏജന്റുമാരിൽ നിന്നായി 42,743 രൂപ കൈപ്പറ്റിയതായും 49,300 രൂപ ഓഫീസിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ നിലയിലും കണ്ടെത്തി. തിരൂരങ്ങാടി SRTOയിൽ നടത്തിയ പരിശോധനയിൽ ഒരു ഉദ്യോഗസ്ഥൻ ഏജന്റിന്റെ പക്കൽ നിന്നും 40,000 രൂപ ഗൂഗിൾ പേ മുഖാന്തരം കൈപ്പറ്റിയതായി കണ്ടെത്തി. കൊടുവള്ളി SRTOയിൽ നടത്തിയ പരിശോധനയിൽ ഉദ്യോഗസ്ഥരും ഏജന്റുമാരുമായി 2,15,295 രൂപയുടെ ഗൂഗിൾ പേ മുഖാന്തരമുള്ള പണമിടപാടുകൾ നടന്നിട്ടുള്ളതായി കണ്ടെത്തി. വടകര RTOയിലെ പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്ക് നൽകാനായി കൊണ്ടുവന്ന 9,250 രൂപ ഒരു ഏജന്റിൽ നിന്നും വിജിലൻസ് പിടിച്ചെടുത്തു. വയനാട് ജില്ലയിലെ കൽപ്പറ്റ RTOയിൽ 2 ഉദ്യോഗസ്ഥർ ഏജന്റുമാരുമായി 35,800 രൂപയുടെ ഗൂഗിൾ പേ ഇടപാടുകളും സുൽത്താൻ ബത്തേരി RTOയിൽ ഒരു ഉദ്യോഗസ്ഥൻ ഏജന്റ് 6,000 രൂപ ഗൂഗിൾ പേയിൽ അയച്ചു നൽകിയതും കാസർഗോഡ് RTOയിൽ നടത്തിയ പരിശോധനയിൽ 2 ഏജന്റുമാരെ ഉദ്യോഗസ്ഥർ നൽകാനായി കൊണ്ടുവന്ന 21,020 രൂപയുമായി പിടികൂടുകയും വെള്ളരികുണ്ട് സബ് RTOയിൽ ഏജന്റുമാർ 2 ഉദ്യോഗസ്ഥർക്ക് 2,66,300 രൂപ ഗൂഗിൾ പേ മുഖാന്തരം അയച്ചു നൽകിയതായും കണ്ടെത്തി. മിന്നൽ പരിശോധനയുടെ ഭാഗമായുള്ള തുടർ പരിശോധന വരും ദിവസങ്ങളിൽ തുടരുമെന്നും ഉദ്യോഗസ്ഥരുടെയും ഏജന്റുമാരുടെയും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടെ ശേഖരിച്ച് വിശദ പരിശോധന നടത്തുമെന്നും വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം IPS അറിയിച്ചു. എന്നാൽ അതിനെ മന്ത്രി ഗണേഷ് കുമാർ വിജിലൻസിന് അനുവദിക്കുമോ എന്ന് കണ്ടറിയാം. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഏജന്റുമാരിൽ നിന്ന് വൻ തുകകൾ കൈക്കൂലിയായി കൈപ്പറ്റിയെന്ന് തെളിവ് സഹിതം കണ്ടെത്തിയതോടെ മന്ത്രി ഗണേശൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് വൻ തുക ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരാണ് ജനങ്ങൾക്ക് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും കൈക്കൂലി വാങ്ങുന്നത്. അഴിമതിക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്നവരുടെ നാടാണ് ഭാരതം. സ്വതന്ത്ര ലബ്ധിയുടെ ആദ്യ വർഷങ്ങളിൽ തന്നെ അഴിമതിക്കെതിരെ വലിയ ജനവികാരം രാജ്യത്തുണ്ടായിരുന്നു. അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനെ ജനങ്ങൾ പിടികൂടി ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിത്തൂക്കണമെന്ന് പറഞ്ഞത് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. എന്നാൽ ഇന്ദിരാ പ്രിയദർശിനി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അഴിമതിയെക്കുറിച്ച് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അഴിമതി ഒരു സർവ്വ ലൗകിക പ്രതിഭാസമാണ്, ഇതിനെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല എന്ന ആ വാക്കുകൾ അക്കാലത്തെ കോൺഗ്രസ് ഭരണകൂടങ്ങൾക്കും അവരുടെ താല്പര്യമനുസരിച്ച് മാത്രം ഭരണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിനും ലഭിച്ച ഗ്രീൻ കാർഡ് ആയിരുന്നു. ആധുനിക കാലത്ത് പുതിയ തലമുറ അഴിമതിക്കെതിരെ വലിയ തോതിൽ ചിന്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് അണ്ണാ ഹസാരെയെ പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ സമരങ്ങൾക്ക് ലഭിച്ച പിന്തുണ അതിന് തെളിവാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പിലെ വൻ അഴിമതിയാണ്. അത് അവിടെ മാത്രം ഒതുങ്ങുമെന്ന് കരുതാനാവില്ല. ഗൂഗിൾ പേ വഴിയും മറ്റു ഡിജിറ്റൽ രീതികളിലും പണം കൈമാറി എന്നാണ് കണ്ടെത്തൽ. വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥരെ മറികടന്ന് സുഗമമായി കൈക്കൂലി വാങ്ങുന്നതിനുള്ള മാർഗമായി ഡിജിറ്റൽ ഇടപാടുകളെ ഇവർ മാറ്റിയിരിക്കുന്നു. പുറത്തു വന്നിട്ടുള്ളത് അഴിമതിയുടെ ചെറിയ ഭാഗം മാത്രമാണ്. മഞ്ഞുമലയുടെ വലിയ ഭാഗം കാണാമറയത്താണ്. മോട്ടോർ വാഹന വകുപ്പിൽ മാത്രമായി ഇത് ഒതുങ്ങുമെന്ന് കരുതാനാവില്ല. അഴിമതിയെ ജീവിത രീതിയായി മാറ്റിയെടുക്കുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും നയിക്കുന്ന ഭരണ സംവിധാനത്തിൽ സമസ്ത മേഖലകളിലും കൈക്കൂലി പിടിമുറുക്കി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മുടെ റോഡുകളും കെട്ടിടങ്ങളും നിർമ്മാണം പൂർത്തിയായി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തകരുന്നത് എന്ന കാര്യം അന്വേഷിക്കപ്പെടണം. പൊതുഖജനാവിൽ നിന്നുള്ള പണം കൊള്ളയടിച്ച് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇവയെല്ലാം നമ്മുടെ ജനാധിപത്യ ബോധത്തിന്മേലുള്ള പരിഹാസ്യമായ മുദ്രകളായി അവശേഷിക്കുന്നു. വേണ്ടത് സമഗ്ര അന്വേഷണവും നടപടിയുമാണ്. ഇപ്പോൾ നടന്നത് അതിന്റെ തുടക്കമായി മാറണം. ഭരണ നേതൃത്വത്തെ തിരുത്താൻ ജനമുന്നേറ്റമുണ്ടാകണം. തിരുത്താൻ ശേഷിയുള്ള ശക്തി സമൂഹമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ 2014 നാം അത് തെളിയിച്ചതാണ്. ജനാധിപത്യ അവകാശം വിനിയോഗിച്ച് അഴിമതിക്കാരെ ഭരണ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയണം. കൈക്കൂലി നൽകില്ല എന്ന് തീരുമാനിക്കാനുള്ള വിവേകം എല്ലാവർക്കും ഉണ്ടാവുകയും വേണം. മനോജ് എബ്രഹാമിന്റെ നീക്കത്തിന് ഗണേശന്റെ വിശ്വസ്തർ മറ്റു ചില വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. താനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ IGS ശ്രീജിത്തിനെ അദ്ദേഹം ഇക്കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. താൻ മാറ്റിയ ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനം ADGP ആക്കിയതിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന് കടുത്ത
അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇത്തരത്തിൽ പെരുമാറിയത് ശരിയായില്ലെന്നാണ് ഗണേഷിന്റെ അഭിപ്രായം. മന്ത്രിയുമായുള്ള തർക്കത്തിനൊടുവിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് എസ് ശ്രീജിത്തിനെ മാറ്റിയത്. ഉന്നതരുടെ പോരിൽ മോട്ടോർ വാഹന വകുപ്പ് അനിശ്ചിത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെയാണ് കമ്മീഷണറെ മാറ്റിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇരുവരും തമ്മിൽ തുടങ്ങിയ തർക്കം ഒന്നിലേറെ തവണ വാക്പോരിലേക്ക് നീങ്ങിയിരുന്നു. അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനു ശേഷം മന്ത്രി വിളിച്ച പല യോഗങ്ങളിലും കമ്മീഷണർ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ കമ്മീഷണർക്ക് മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ടായിരുന്നു. ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ തീരുമാനിച്ച പദ്ധതികളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുന്നോട്ട് പോയതാണ് മന്ത്രി KB ഗണേഷ് കുമാറുമായുള്ള അസ്വാരസ്യങ്ങളുടെ തുടക്കം. അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും ഇരുവരും പരസ്യമാക്കിയിരുന്നില്ല. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി നടന്ന ചർച്ചയ്ക്കിടയിൽ മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ശകാരിച്ചതാണ് തുടക്കം. തന്റെ പക്ഷം വിശദീകരിക്കാൻ പിന്നീട് മന്ത്രിയുടെ ചേംബറിലെത്തിയ കമ്മീഷണറും മന്ത്രിയും തമ്മിൽ വാക്കേറ്റമായി. അവധിയിൽ പോയ കമ്മീഷണർ തിരിച്ചെത്തിയ ശേഷം മന്ത്രിയുമായി അകലം പാലിച്ചു. ഇതിൽപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവും സ്ഥാനക്കയറ്റവും തടസ്സപ്പെട്ടു. നികുതി വെട്ടിപ്പിൽ ഉൾപ്പെടെ കമ്മീഷണർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാരിൽ നിന്നുള്ള നടപടി വൈകി. മറുവശത്ത് മന്ത്രി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെയും കമ്മീഷണറേറ്റിൽ നിന്ന് നടപടി ഉണ്ടായില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവും പാളി. വകുപ്പ് സ്വന്തമായി ടെസ്റ്റിംഗ് ട്രാക്കുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചെങ്കിലും തുടങ്ങാൻ കഴിഞ്ഞില്ല. ഉന്നത തലത്തിലെ തർക്കം കാരണം ഡ്രൈവിംഗ് സ്കൂൾ സമരം ആഴ്ചകൾ നീണ്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അതിസുരക്ഷാ നമ്പർ പ്ലേറ്റിന്റെ കാര്യത്തിലാണ് ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പാരമ്യത്തിലെത്തിയത്. എടപ്പാളിലെ ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. കമ്മീഷണർ ടെൻഡർ വിളിച്ച് നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ നൽകിയ അനുമതി റദ്ദാക്കിയ മന്ത്രി ആഗോള ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചു. 200 കോടിയിൽ താഴെയുള്ള പദ്ധതിക്ക് ആഗോള ടെൻഡർ പ്രായോഗികമല്ലെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറും മറുപടി നൽകി. ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭരണസമിതി യോഗത്തിൽ മന്ത്രിയും കമ്മീഷണറും തമ്മിൽ തർക്കിച്ചു. തുടങ്ങിവെച്ച ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കവെയാണ് കമ്മീഷണറെ മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയത്. ടെൻഡർ 8-ന് തുറന്നിരുന്നു. മന്ത്രിയുടെ എതിർപ്പ് മറികടന്ന് കമ്മീഷണർ നേരിട്ടാണ് ടെൻഡറുകൾ പരിശോധിച്ചത്. മന്ത്രിയുടെ അപ്രീതി ഭയന്ന് ഉദ്യോഗസ്ഥർ ടെൻഡർ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. പുതിയ മന്ത്രിയായി KB ഗണേഷ് കുമാർ ചാർജ് എടുത്തതോടെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കടുത്ത ആശങ്കയിലും ഉത്കണ്ഠയിലുമായത്. ആദ്യ പരിഷ്കാരമായി ഗതാഗത കമ്മീഷണറെ ശ്രീജിത്ത് വഴി CPM നടപ്പാക്കിയ സ്ഥലം മാറ്റപ്പട്ടിക കീറി ഗണേഷ് അടുക്കള പുറത്തേക്ക് അറിഞ്ഞു. സെക്രട്ടേറിയറ്റിലെത്തിയ മന്ത്രി KB ഗണേഷ് കുമാർ ജനുവരി 1 മുതൽ താൻ പറയുന്നത് മാത്രം വകുപ്പിൽ നടന്നാൽ മതിയെന്ന് കർശന നിർദ്ദേശം നൽകി. ഗതാഗത വകുപ്പിലെയും KSRTCയിലെയും ഉന്നതർ മുട്ടിയിടിച്ച് എല്ലാം കേട്ടുനിന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അന്നേ ഗതാഗത വകുപ്പ് വിടാൻ ഒരുങ്ങിയിരുന്നു. ബിജു പ്രഭാകർ ആയിരുന്നു മറ്റൊരു ഉദ്യോഗസ്ഥൻ. മന്ത്രി KB ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ശ്രീജിത്ത് സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറക്കിയത്. സത്യപ്രതിജ്ഞ ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മന്ത്രി ഇടപെട്ട് ഉത്തരവ് തൽക്കാലം നടപ്പാക്കേണ്ടതില്ലെന്ന് നിർദ്ദേശം നൽകി. ഉത്തരവ് പിൻവലിച്ചിട്ടില്ല. മരവിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത്. നേരത്തെ ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായിരുന്നു. വിചിത്രമായ മാനദണ്ഡങ്ങളോടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത ചില ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. ഇതോടെ ഉത്തരവ് മരവിപ്പിച്ചിരുന്നു. പിന്നാലെ ഇറക്കിയ സ്ഥലമാറ്റ ഉത്തരവിൽ നിന്നും ചില ഉദ്യോഗസ്ഥർ ഒഴിവായിരുന്നു. ചില ഉദ്യോഗസ്ഥർക്ക് അന്ന് ദൂരത്തേക്ക് സ്ഥലം മാറി പോകേണ്ടി വന്നിരുന്നു. അവർക്ക് കൂടെ താല്പര്യമുള്ള ഇടങ്ങളിലേക്ക് സ്ഥലം മാറ്റിയുള്ള ഉത്തരവായിരുന്നു വെള്ളിയാഴ്ച പുതിയ ഉത്തരവ് ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയത്. ഏതായാലും ശ്രീജിത്തിന്റെ പ്രകടനം ഗണേഷിന് ഇഷ്ടമായില്ല. കമ്മീഷണർക്ക് പിന്നിൽ CPM ആണെന്ന് ഗണേഷിന് അറിയാം. മുൻപ് ഉദ്യോഗസ്ഥരുടെ പ്രമാണിത്വം ഗണേഷ് കുമാർ അംഗീകരിച്ചിരുന്നില്ല. ജനാധിപത്യത്തിൽ മന്ത്രിക്കാണ് പ്രമുഖ സ്ഥാനമെന്ന് ഗണേഷ് കുമാർ വിശ്വസിക്കുന്നു. ഉദ്യോഗസ്ഥർ മന്ത്രിയെ സഹായിക്കാനിരിക്കുന്നവർ മാത്രമാണെന്നാണ് ഗണേഷിന്റെ വിശ്വാസം. താൻ ആന്റണി രാജുവിനെ പോലെ ആയിരിക്കില്ലെന്ന കൃത്യമായ വിവരം ഗണേഷ് കുമാറിന്റെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. വകുപ്പിൽ ഇലയിണങ്ങിയാൽ പോലും താൻ അറിഞ്ഞിരിക്കണം. തന്റെ അനുവാദമില്ലാതെ സ്ഥലമാറ്റം നടത്തരുത്. ഗതാഗത വകുപ്പിലെ അഴിമതികൾ താൻ നേരിട്ട് പരിശോധിക്കും. ജനങ്ങളുടെ പരാതികൾ താൻ നേരിട്ട് കേൾക്കും. ഏതാനും വർഷങ്ങളായി ഗതാഗത വകുപ്പിൽ നടക്കുന്നത് കെടുകാര്യസ്ഥതയാണെന്ന് ഗണേഷ് വിശ്വസിച്ചത്. അതിനാൽ ഒരു പുതിയ മുഖമാണ് 2024 അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹം തെറ്റുകൾക്ക് മുമ്പിൽ പുറത്തില്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും തന്റെ വകുപ്പിൽ താൻ അറിയാതെ ഒന്നും നടക്കേണ്ടതില്ലെന്നാണ് ഗണേഷ് കുമാറിന്റെ വിശ്വാസം. ഇക്കാര്യം മുഖ്യമന്ത്രിക്കും അറിയാമെന്ന് ഗണേഷിന്റെ വിശ്വസ്തൻ പറയുന്നു. ഗണേഷ് കുമാറിനെതിരെ LDF പാർലമെന്ററി യോഗത്തിൽ മുഖ്യമന്ത്രി രോഷാകുലനായത് ഏതാനും മാസങ്ങൾ
ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. അന്ന് NSS ഡയറക്ടർ ബോർഡിൽ അദ്ദേഹം അംഗമായിരുന്നില്ല. ഗണേഷിന്റെ മാധ്യമ ശ്രദ്ധ കണ്ടിട്ടാണ് പിണറായി അന്ന് ചൂടായത്. വാർത്ത വരുന്ന വിധത്തിലാകരുത് വിമർശനങ്ങൾ എന്നായിരുന്നു പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ. പത്തനാപുരത്തെ വികസനം സർക്കാർ ഫണ്ട് കൊണ്ടല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഗണേഷ് കുമാർ LDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. പുതുപ്പള്ളി പോളിംഗ് തലേന്ന് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ചെയർമാനെ മാറ്റിയ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ നടപടി ഗണേഷിനെ പേടിച്ച് മുഖ്യമന്ത്രി മരവിപ്പിച്ചു. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് NSS ആരോപിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായ രാജഗോപാലൻ നായരെയാണ്. NSS ഡയറക്ടർ ബോർഡ് അംഗം ഗണേഷ് കുമാറിന്റെ നോമിനിയെ പിൻവലിച്ച ശേഷം സർക്കാർ നിയമിച്ചതും കേരള കോൺഗ്രസ് B ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത്. ഗണേഷ് കുമാർ CPI സെക്രട്ടറിയെ തന്റെ നിലപാട് അറിയിച്ചു. അങ്ങനെ മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ ചെയർമാനെ മാറ്റിയ ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചു. KG പ്രേംജിത്തിനെ മാറ്റിയ തീരുമാനമാണ് മരവിപ്പിച്ചത്. പഴയ ഗണേഷ് ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ശബരിമല വിഷയത്തിൽ NSSന്റെ ശത്രുവായ രാജഗോപാലൻ നായരെ മുന്നോക്ക കോർപ്പറേഷനിൽ നിയമിച്ചതിലൂടെ പിണറായി സംഘടനയെ അപമാനിച്ചതായി സുകുമാരൻ നായർ കരുതി. മുൻപ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ പരസ്യമായി KB ഗണേഷ് കുമാർ വിമർശിച്ചിരുന്നു. തന്നെ പോലെ സീനിയറായ ജനപ്രതിനിധികളുടെ ആവശ്യങ്ങൾ മന്ത്രി പരിഗണിക്കുന്നില്ലെന്നായിരുന്നു വിമർശനം. പത്തനാപുരം ബ്ലോക്കിൽ 100 മീറ്റർ റോഡ് പോലും ഈ വർഷം PWD അനുവദിച്ചില്ലെന്നും മുൻ മന്ത്രി G സുധാകരൻ സ്നേഹവും പരിഗണനയും നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗണേഷ് കുമാറിന്റെ വിമർശനം അതിരുകടന്ന പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ പ്രതിനിധിയെ മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് NSS എന്നാൽ ഗണേഷ് കുമാറാണ്. G സുകുമാരൻ നായർക്കാകട്ടെ പ്രായം കൊണ്ടുള്ള അസ്വസ്ഥതകൾ രൂക്ഷമാണ്. NSSൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ അത് ഗണേഷ് കുമാർ ആയിരിക്കുമെന്ന അഭ്യൂഹമുണ്ട്. കലഞ്ഞൂർ മധുവിന് ശേഷം തലയെടുപ്പുള്ള ഒരു നേതാവ് NSSൽ ഗണേഷ് മാത്രമാണ്. ജനറൽ സെക്രട്ടറി ആവണമെങ്കിൽ നിരവധി മാനദണ്ഡങ്ങളുണ്ട്. വ്യവസായികളും വൻകിട പണക്കാരും അഭിഭാഷകരൊക്കെയാണ് NSSന്റെ ഡയറക്ടർ ബോർഡിൽ ഭൂരിപക്ഷം പേരും. തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സംഗീത് കുമാർ തലസ്ഥാനത്തെ വൻകിട വ്യാപാരികളിൽ ഒരാളാണ്. ഇത്തരത്തിൽ NSSന്റെ തലപ്പത്ത് എത്തണമെങ്കിൽ പണം ഒരു പ്രധാന ഘടകമാണ്. ഗണേഷിന് പണവും പ്രതാപവും അധികാരവും കുടുംബ പാരമ്പര്യവുമുണ്ട്. NSS സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ചങ്കൂറ്റവും ഗണേഷിനുണ്ട്. ഏതായാലും ഗണേശൻ മനോജ് എബ്രാഹിമിനെ പറപ്പിക്കുമോ എന്ന് കണ്ടറിയാം.